വല്ലാർപാടം പള്ളിയുടെ അടുത്താണ് ഉണ്ടേക്കണേ. അപ്പോൾ നമുക്കിവിടെ 20 വർഷം മുമ്പത്തെ നമ്മുടെ സിറ്റിയുടെ വളർച്ച, എറണാകുളം സിറ്റിയുടെ വളർച്ച എന്ന് കുഞ്ഞമ്മണി എടുത്ത് വെച്ചാണ്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇൻട്രോ ഇതുപോലത്തെ ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നൊരു കലമൊന്നും എഴുതിയിട്ട് എടുത്താണ് കേട്ടോ. നമുക്ക് പുറകിലേക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ബസ്സിലേക്ക് കാണാം നമുക്ക്, എല്ലാവരും ബസ്സിലേക്ക്. അപ്പോൾ നമ്മൾ 20 വർഷം മുമ്പ് എടുത്ത എല്ലാ വീഡിയോകളും, കുറച്ച് റൂട്ടുകളുണ്ട്. ഹൈവേ വഴി പോകുന്നുണ്ട്, പിന്നെ നമ്മൾ ബാനർജി റോഡ് വഴി വരുന്നുണ്ട്, കളമശ്ശേരി മുതൽ ചെറിയ ചെറിയ ഷോട്ടുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാവും അവിടുത്തെ വളർച്ചകൾ, വ്യത്യാസങ്ങളെന്നൊക്കെ. അതൊക്കെ കുഞ്ഞമ്മണി പറഞ്ഞ് ഷൂട്ട് ചെയ്തുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ അവൻ്റെ നിർബന്ധമാണ്. അവനെപ്പോഴും റോഡുകൾ എന്തെങ്കിലും നമ്മുടെ സിറ്റി ഏരിയ ഭാഗങ്ങളൊക്കെ അവൻ ഷൂട്ട് ചെയ്ത് വയ്ക്കും. ഞാൻ ഉൾപ്രദേശങ്ങൾ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് സമയക്കുറവ് കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് സമയം മാത്രമല്ല അവന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അവൻ്റെ സ്വപ്നം നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇറങ്ങിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. നമുക്ക് കാണാം എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത് എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. പിടിക്കുള്ളൂ. ഇനി ഓപ്പയുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ കളമശ്ശേരി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ കൂടി തന്നെ പോയിക്കൊണ്ടിരുന്നു. ഈ ഭാഗത്ത് നല്ല വെയിലായതുകൊണ്ട് ഇത് അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നു. ഓക്കെ. അന്ന് കുഞ്ഞുമണിയുടെ ആഗ്രഹപ്രകാരം അന്ന് വീഡിയോ എടുത്തിരുന്നത്. ഈ ഭാഗത്ത് പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാലോ, മെട്രോ. രണ്ടായിരത്തി 4 2025 തമ്മിലുള്ള പ്രധാന വ്യത്യാസം മെട്രോ തന്നെയാണ്. കുട്ടിക്കില്ല ചങ്ങമ്പുഴ നഗർ ആണെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാം. വാഹനത്തിരക്ക് കാണാം. അന്നത്തെ വാഹനത്തിരക്ക് എന്താണെന്ന് നമുക്കറിയാം. ഇതേ സമയം തന്നെ, സെയിം സമയം തന്നെ ഞായറാഴ്ച. ഇന്നിപ്പോൾ ആഡംബര വാഹനങ്ങളൊക്കെ ജാഗോറാണ് പോകുന്നത് കേട്ടോ. അന്ന് ജാഗോർ പോയിട്ട് കൂടുതലും നമ്മുടെ 800 മാരുതി വാൻ, പിന്നെ ഇപ്പോഴത്തെ ഒരു ഓട്ടോ ഉണ്ടല്ലോ, ഡീസൽ ഓട്ടോ, അതൊന്നും വന്നില്ല. അന്ന് ബജാജിൻ്റെ പെട്രോൾ ഓട്ടോ മാത്രമേ ഉള്ളൂ. അതുപോലെ ലാംബട്ര എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ലാംബി,
ഇവിടുത്തെ മാറ്റങ്ങൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കാൻ പറ്റും. റോഡ് കുഴി ചാട്ടമൊക്കെ ഉണ്ട്. റോഡ് അന്ന് സിംഗിൾ റോഡായിരുന്നു എന്നാണ്, പെട്രോളില്ല, സിംഗിൾ റോഡായിരുന്നു എന്നായിട്ടാണ് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞായിട്ട്. സിംഗിൾ റോഡ് കേട്ടോ, ഇതുപോലെ 2 വേ അല്ല, 4 ലൈനല്ല, സിംഗിൾ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് പറയണമെന്നാണ്. നമ്മുടെ സൗകര്യം പോലെ പറയാമല്ലോ, ഓരോരുത്തർക്ക് സൗകര്യം പോലെ എടുക്കാം. അപ്പോൾ മെട്രോ സ്റ്റേഷൻ നമ്മളിപ്പോൾ പത്തടിപ്പാലത്തെ മെട്രോ സ്റ്റേഷൻ കഴിയാണ്. അപ്പോൾ അന്നത്തെ ഇന്നത്തെയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അത് തന്നെയാണ്. മെട്രോ തന്നെയാണ്. പിന്നുള്ളൊരു വ്യത്യാസം വാഹനത്തിരക്ക്. പിന്നൊന്ന് ആഡംബര വാഹനങ്ങളൊക്കെ ഉണ്ടാവും, അതായത് അന്നൊന്നുമില്ല, കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ ഇല്ല അങ്ങനെ പറയാം. സെയിം ഞായറാഴ്ച തന്നെ ഉണ്ടാവും. പിന്നെയുള്ളത് ബംഗാളികളെന്ന് പറഞ്ഞ ആളുകളൊന്നും ഇല്ല. ബംഗാളി എല്ലാം മലയാളികളാണ്. അവിടെയൊക്കെയാണ് മലയാളി മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു വ്യത്യാസം കൂടി ഉണ്ട്. അന്ന് വിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വളരെ കുറച്ച് വീഡിയോ എടുക്കാനുള്ള സൗകര്യം അന്നുള്ളൂ. ബാറ്ററി ചാർജും കുറവായിരുന്നു. 3 ബാറ്ററിയും കൊണ്ടാണ് പോണത്. 3 ബാറ്ററി ആ കാലത്ത് 1500 രൂപയ്ക്ക് ഒരു ബാറ്ററി, 1500 രൂപ വെച്ച് 3 ബാറ്ററിയൊക്കെ വാങ്ങിയാണ് അന്ന് ഷൂട്ട് ചെയ്തത്. 4-5 കസറ്റും ഉണ്ടായിരുന്നു. റെക്കോർഡിങ് കസറ്റ് 4-5 എണ്ണം ഉണ്ടായിരുന്നു. എന്നാലും കഷ്ടിച്ചൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ വീഡിയോസ് എടുക്കാനേ അന്ന് പറ്റുമായിരുന്നു. അന്ന് KB കണക്കിനാണ് ഷൂട്ട് ചെയ്യണത്. ഇന്ന് GB കണക്കിന് നമുക്ക് മണിക്കൂറോളം ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എന്നാലും എത്രത്തോളം ആളുകൾ ഷൂട്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. നമ്മൾ ടോളിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ ടോള് ഇന്നിപ്പോൾ ഞായറാഴ്ച അതിന് വേണ്ടി ഇറങ്ങിയതാണ്. കഴിഞ്ഞ ഞായറാഴ്ച വന്നതാണ്, പക്ഷെ അത് സക്സസ് ആയില്ല. ക്യാമറ പൊസിഷൻ ഇത്തിരി മാറിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ടോളിലെത്തിയിട്ടാണ് നമ്മൾ ടോള് കടന്ന് ഈ വഴിയൊന്നും പോവാം. അത് നിവർത്തിയുള്ളൂ. തിരക്കുണ്ടോ അന്ന് ഈ ജനിച്ചൊന്നും എടുത്തിട്ടില്ലാന്ന് തോന്നണേ. എന്നാലും ഇത് മാറ്റങ്ങൾ കാണണമെങ്കിൽ ഇത് നിവർത്തിയുള്ളൂ. ബസ് അവര് കെട്ടി വേണ്ടിയിട്ട് ലുലുമാളത്തിയുണ്ട്. അന്ന് ഈ ലുലുവൊന്നും ഇല്ല. ഇവിടെയൊക്കെ സിംഗിളായിട്ടുള്ള എന്താ പറയുക, ഒരു കലിങ്കായിരുന്നു ഈ ഭാഗം. ഒറ്റ കലിങ്ക്. ആ കലിങ്കുമ്മേ കൂടി വേണം ബസ്സുകളും വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ഒറ്റ കലിങ്ക്. ഇതുപോലെ 4 ലൈനൊന്നുമില്ല. അതുപോലെ സൈഡിലെ കയറ്റം ഉണ്ടോ ആണ് കിതക്കണേ. അത് കയറ്റം കഴിയട്ടെ.
പാമ്പള്ളി മുമ്പുണ്ട്, അവിടത്തേക്ക് തിരക്കുണ്ട്. ഇന്ന് 30-ാം തീയതി ഉണ്ട്, നവംബർ 30-ആണ്. നാളെ 1-ാം തീയതിയാണ്. അതിൻ്റെ ഒരു തിരക്കുണ്ടാവാം. എന്തായാലും അന്നും നമ്മൾ ആ ഒരു ഞായറാഴ്ച കണക്കിന് എന്നായിക്കോട്ടെ അല്ലേ, വ്യത്യാസമാണ് നമുക്ക് പ്രധാനം. പള്ളി പള്ളി ബ്ലോക്കായി. അന്ന് ബ്ലോക്കൊന്നുമില്ല, നമുക്ക് വളരെ കൂളായിട്ട് പോകാൻ പറ്റും. ഈ ടൈപ്പ് ഓട്ടോറിക്ഷകളൊന്നുമില്ല, ഇതുപോലത്തെ ആഡംബര വാഹനങ്ങളുമില്ല. ഏറ്റവും ലളിതമായ വാഹനങ്ങളും ഒക്കെ ഉള്ളൂ അന്നത്തെ കാലത്ത്. അത് ഞായറാഴ്ച പൊതുവെ അവധിയായിരിക്കില്ല. കടകളൊക്കെ അവധി പോലെ ഇരുന്നു, തുറക്കില്ല. കാരണം വെച്ചാൽ ഇങ്ങനെയാണ്, ഞായറാഴ്ച ഒരു ബന്ധുദിനം പോലെയാണ്. അന്ന് ഞങ്ങൾ ചെറായിലേക്ക് പോകുന്ന വീഡിയോ ഉണ്ട്. കണ്ടിന്യൂറ്റി ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, കാരണം നമ്മളിപ്പോൾ എടുക്കുകയാണ് ആ ടൈമിങ്ങിൽ. അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുണ്ട്. ഇന്നിപ്പോൾ ഒരു വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഗ്യാസ് വണ്ടിയും ഇലക്ട്രിക് വണ്ടിയും ഉണ്ട്. അതൊരു വ്യത്യാസമാണ്. 2025 ആയപ്പോഴത്തേക്കും ഗ്യാസ് വണ്ടിയുണ്ട്, ഇലക്ട്രിക് വണ്ടിയുണ്ട്. ഗ്യാസിലോടുന്ന വണ്ടിയുണ്ട്, CNGയിലോടുന്ന വണ്ടിയുണ്ട്, ഇലക്ട്രിക് വണ്ടിയുണ്ട് കേട്ടോ. അതൊരു വ്യത്യാസം തന്നെയല്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലുള്ള ചൂട് തിരക്കുന്നതാണ് ശനി ഞായർ. അന്നൊന്നും ആളുകൾ പുറത്തിറങ്ങില്ല, പൊതുവെ അങ്ങനെയാണ്. വാഹനം കുറവാണ്, അതന്നെ കാര്യം. കാരണം കെട്ടുപോയാലേ ഇന്നത്തെ പോലെ ഊബർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ച് ഫാസ്റ്റായിട്ട് പോകാമല്ലേ, അല്ലേ ലെങ്കാവും. അല്ല ലെങ്കായെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഇനിയൊരു 25 വർഷം കഴിയുമ്പോൾ ഇന്നിപ്പോൾ പല വീഡിയോസുണ്ട്. എന്നാലും നമ്മുടെ കണ്ണിലൂടെ കാണുമ്പോഴുള്ള കുഞ്ഞമ്മണിയും ചങ്ങമ്പുഴ പാർക്കുണ്ടോ റൈറ്റ് സൈഡിൽ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലമുണ്ട്. ഓ ബസ് പോട്ടെ, മധുരട്ടിയല്ലേ. ആലുവ ജെട്ടി മേനക അമ്പലില്ല. നമ്മുടെ വീഡിയോ റണ്ണായിക്കൊണ്ടിരിക്കണേ. ഓ പുള്ളി ചേട്ടോ, പുള്ളി മകലിൽ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കാറുണ്ട്. 10 മെട്രോ സ്റ്റേഷനിൽ കയറിയാൽ മതിയായിരുന്നു, തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനിൽ. അവിടെ കയറിയാൽ മൂത്രം ഒഴിച്ച് പോവാം. എങ്കിലാവട്ടെ, വിഷയം നമ്മളതല്ല. അപ്പോൾ ഈ കാലത്തും അങ്ങനെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും, പബ്ലിക് റോഡിൽ നിന്ന് മൂത്രം ഒഴിക്കുന്ന ആൾക്കാരെ. അപ്പോൾ നമ്മൾ മാമംഗലം ഈ ടൈപ്പ് ഒച്ചയുള്ള ഓട്ടോറിക്ഷ ഒന്നുമില്ല കേട്ടോ. ഡീസൽ ഓട്ടോറിക്ഷ, പെട്രോൾ മാത്രമേ ഉള്ളൂ. പെട്രോൾ മോഡേണിൻ്റെ അടുത്തെത്തുമ്പോൾ അന്ന് ഇന്നൊക്കെ ഒരേ മണം തന്നെയാണ്, ഓരോ ഫ്ലേവർ. എന്താ പറയുക, ഒരു വാസന, നല്ല ബ്രെഡ് മുരിയുന്ന വാസന. അത് നൊസ്റ്റാൾജിക്കാണ്. നമ്മൾ മാമംഗലം കഴിഞ്ഞു. മാമംഗലം കഴിഞ്ഞിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കും. ഞാൻ മാമംഗലം ഈ സ്ഥലപ്പേര് പറഞ്ഞെടുക്കുന്നത് ഭാവിയിലുള്ളവരുടെ വികസനങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയുണ്ടോ. മിക്കവാറും സ്ഥലപ്പേര് പറഞ്ഞെടുക്കുന്നത്. മാമംഗലം എത്തി. നെക്സ്റ്റ് പാലാരി വട്ടമാണ്.
സ്ട്രീറ്റ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. എന്നാലും 2025 നവംബറിലാണ് ലാസ്റ്റ് മാറ്റങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കാറ്. അതും ഞായറാഴ്ച ദിവസം ആണ് നമ്മൾ അന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്തതല്ലേ. സ്വാഭാവികമായിട്ട് എത്രത്തോളം വ്യത്യാസം വന്നു നമുക്ക് ഞായറാഴ്ച തന്നെ പറയണ്ടേ. ആ ബസ്സും അതിൽ പറ്റിയ ലൈഫിങ് വളരെ സ്ലോ ആണല്ലോ. അയ്യോ, നമ്മൾ അതിൻ്റെ പുറകെ പോയാൽ നമുക്കൊന്നും കിട്ടില്ല. സ്ലോ ആക്കി കഴിഞ്ഞാൽ വീഡിയോയുടെ നിയമം കൂടും. എന്തെങ്കിലും നമുക്ക് പതിയെ മുന്നോട്ട് പോവാം. ഇവിടേക്കൊക്കെ കൂടുതലും ആഡംബര കാറുകളുടെ ഷോറൂമുകളാണ്. അത് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ഇടതുവശത്താണ് സ്പേസ് കിടപ്പുണ്ട്. ഭാവിയിൽ അവിടെയൊക്കെ വൻ വികസനങ്ങൾ വരും കേട്ടോ. ഇപ്പം ഇല്ലെങ്കിലും ഭാവിയിൽ വരും. പാലാട്ടം ജംഗ്ഷൻ കേട്ടോ. പാലാട്ടം ജംഗ്ഷൻ എടുത്തിട്ടുണ്ട്. റോഡേ പില്ലറിൻ്റെ ഒക്കെ ഭാഗങ്ങളിലൊക്കെ താങ്ങി പോയിട്ടുണ്ട്. പെട്രോൾ പില്ലറിൻ്റെ റോഡ് വന്നിട്ടാണെന്നറിയില്ല. ചിലത് മുഴച്ച് ചിലത് താങ്ങി. അപ്പോൾ പലവട്ടം ജംഗ്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് പതിയെ ഇടദേശത്തോടി കയറി പോകാൻ പറ്റുകയാണെങ്കിൽ ഇടദേശത്തോടി കയറി പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാവും. നമ്മളിവിടെ കട്ട് ചെയ്യണം. തിരിച്ചുണ്ടെങ്കിൽ പോവാം. നമ്മൾ കയറി. അപ്പോൾ ജനതാ ജംഗ്ഷൻ ഉണ്ടോ പലരുടെ അടുത്തും.